എന്തായിരിക്കും നമ്മളെ മാറ്റിമറിക്കുന്നത്? എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഒരേ ഭക്ഷണം കഴിക്കുന്ന, ഒരേ അമ്മയുടെ മക്കൾ, ഒരേ പശ്ചാത്തലത്തിൽ വളരുന്നവർ. എങ്ങനെയാണ് നമ്മൾ മാറുന്നത്? അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രണവവേദത്തിൽ പറയുന്നത് നമ്മളെങ്ങനെയാണ് രൂപപ്പെടുന്നത്, നമ്മളുടെ സ്വഭാവം എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്. ഒരമ്മയുടെ മക്കൾ തന്നെ പല രീതിയിലുള്ള സ്വഭാവത്തിലേക്ക് വരുന്നതിന് കാരണം എന്താണ്? നമ്മളെങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്? ചിന്താഗതികൾ മാറുന്നത് എങ്ങനെയാണ്? അല്ലേ, ചിന്തിച്ചിട്ടില്ലേ? ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഒരേ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന, ഒരേ സാഹചര്യത്തിൽ വളരുന്നവർക്ക് വ്യത്യസ്ത ജീവിതാനുഭവങ്ങൾ എങ്ങനെ വരുന്നു? ട്വിൻസ് ആയിരുന്നാൽ പോലും, ഇരട്ടകളായി പിറന്നാൽ പോലും വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് അവർക്ക് സംഭവിക്കുന്നത്. രൂപത്തിൽ ഒരുപോലെ ഇരുന്നാലും അവരുടെ ഭാവത്തിൽ മാറ്റം സംഭവിക്കും. എന്തായിരിക്കും നമ്മളെ മാറ്റിമറിക്കുന്നത്? എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഒരേ ഭക്ഷണം കഴിക്കുന്ന, ഒരേ അമ്മയുടെ മക്കൾ, ഒരേ പശ്ചാത്തലത്തിൽ വളരുന്നവർ. എങ്ങനെയാണ് നമ്മൾ മാറുന്നത്? അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. 24 മണിക്കൂറാണ് ഒരു ദിവസത്തിൽ നമുക്കുള്ളത്. ജ്ഞാനശക്തിക്ക് 8 മണിക്കൂർ, ഇച്ഛാശക്തിക്ക് 8 മണിക്കൂർ, ക്രിയാശക്തിക്ക് 8 മണിക്കൂർ. അപ്പോൾ ഇച്ഛാശക്തിയുടെ സമയം നമ്മൾ കിടന്നുറങ്ങുകയാണ്. ബാക്കി 16 മണിക്കൂറുണ്ട്. ജ്ഞാനശക്തിക്ക് വേണ്ടിയിട്ടും ക്രിയാശക്തിക്ക് വേണ്ടിയിട്ടുള്ള 16 മണിക്കൂറിൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ കേൾക്കുന്നത് എന്താണ്? നമ്മൾ സ്പർശിക്കുന്നത്, രുചിക്കുന്നത്, മണക്കുന്നതെല്ലാം എന്താണ്? എന്തിലേക്കാണ് നമ്മളുടെ മനസ്സ് പോകുന്നത്? എന്താണ് നമ്മളുടെ മെമ്മറിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്? നമ്മളിൽ എന്താണ് നിറയ്ക്കുന്നത്? നമ്മളെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്? ഓർമ്മകളിലൂടെയാണ്. നമ്മൾ ജനിച്ച കാലം തൊട്ടുള്ള ഓർമ്മകളെ നമ്മൾ വളരെ ഡിസൈൻ ചെയ്തിട്ട് അടുക്കിയിരിക്കുകയാണ്. നമ്മളുടെ മനസ്സിൻ്റെ ഇച്ഛയ്ക്കാണ് പലപ്പോഴും നമ്മൾ ഓർമ്മകളെ, മെമ്മറിയെ സൂക്ഷിച്ചു വെക്കുന്നത്. അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഓർമ്മകളെയാണ് നമ്മൾ താലോലിക്കുന്നത്. അതെങ്ങനെയുള്ളതായിരിക്കണം? നന്മയുള്ള ഓർമ്മകളെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. നമ്മൾ സ്പർശിക്കുന്നത്, രുചിക്കുന്നത്, മണക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത് എല്ലാം നല്ലതായിരിക്കണം. ആ നന്മയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. നമ്മളുടെ ചെറുപ്പം മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മളുടെ ഓർമ്മകൾ നമ്മളുടെ മനസ്സിൻ്റെ ഇച്ഛയ്ക്കുള്ളതാണെങ്കിൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. എത്താൻ പറ്റുമോ? നമ്മളുടെ ക്രിയേറ്റീവ് ഹെഡ് ആരാണ്? അത് ബ്രെയിനാണ്. ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ആ ബോധമായിരിക്കണം മനസ്സിനെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ ആ ബോധ തലത്തിൽ നിന്നും മനസ്സിൻ്റെ ഇച്ഛകൾക്കപ്പുറം ആ അറിവിൻ്റെ തലത്തിൽ നിന്നുള്ള ഓർമ്മകളായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അറിവായിരിക്കണം നമ്മൾ കൂട്ടിവെക്കേണ്ടത്. അറിവിൻ്റെ ഓർമ്മകളായിരിക്കണം നമ്മൾ സ്വരൂപിച്ച് വെക്കേണ്ടത്. നല്ല ഓർമ്മകളായിരിക്കണം, നല്ല അനുഭവങ്ങളായിരിക്കണം, നല്ല ദൃശ്യങ്ങളായിരിക്കണം, നല്ല ശ്രവണങ്ങളായിരിക്കണം നമ്മളുടെ മെമ്മറിയിൽ ഉണ്ടാവേണ്ടത്. നമ്മളെന്ന് പറഞ്ഞാൽ ഓർമ്മയുടെ ഒരു കൂടാണ്. എന്തെല്ലാമാണ് ഇന്ന് ഓർമ്മയുടെ കൂട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ ആണെങ്കിലോ, ദുഃഖങ്ങളെ സമ്മാനിക്കുന്നത് മാത്രമാണെങ്കിലോ, അല്ലെങ്കിൽ ദുഃഖങ്ങളെ, വിരഹങ്ങളെ മാത്രമാണ് നമ്മുടെ ഓർമ്മകളിൽ നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതെങ്കിലോ, അതിനും അപ്പുറത്ത് ഞാൻ പറയുകയാണ്, നല്ല ഓർമ്മകളെ നമ്മളുടെ മനസ്സിൽ ചേർത്ത് വയ്ക്കുക. നമ്മളുടെ ബ്രെയിനിനെല്ലാം ഉണ്ട്. നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ വിഷ്വലും നമ്മൾ എവിടെയുണ്ട്? ബ്രെയിനിലുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും എടുത്തിട്ട് താലോലിക്കുന്നത് എന്തിനെയാണ്? ഈ ദുഷ്ടവിചാരങ്ങളെയാണ്, അല്ലെങ്കിൽ ദുഃഖ വിചാരങ്ങളെയാണ്. അല്ലെങ്കിലോ നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ കൊണ്ടു നടക്കുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അറിവായിരിക്കണം നമ്മളുടെ ബ്രെയിനിൽ സൂക്ഷിച്ചു വെക്കേണ്ടത്. നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള ഓർമ്മകളിലൂടെ ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ദുഃഖങ്ങളും ദുരന്തങ്ങളും എല്ലാം ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും. അതിനിടയിലും ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. ദുഃഖത്തെ മാത്രം കണ്ടാൽ മതിയോ? സന്തോഷത്തെയും ആസ്വദിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ സ്വീകരിച്ച ദുഃഖത്തെ മറികടക്കണമെങ്കിൽ ആ സന്തോഷത്തെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മളെ നിർമ്മിക്കേണ്ടത് നല്ല ദ്രവ്യങ്ങളിലൂടെയും നല്ല ദ്രവ്യവിശേഷങ്ങളിലൂടെയും ആയിരിക്കണം. ഒരു സൂപ്പർവിഷനിലൂടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇല്ലെങ്കിലോ നമ്മളുടെ ജീവിതം രോഗവും ദുഃഖവും നിറഞ്ഞതാണ്. ഇപ്പം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഒരു ജീവിത രീതി ഇന്ന് മാറിയിരിക്കുകയാണ്. ഒരു ശവസംസ്കാര രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മളങ്ങനെ അധപ്പതിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്നൊരു ജനനം നടന്നാൽ ആരും അതറിയില്ല. അറിയോ? ആ കുട്ടിയെ ആരും കാണാൻ പോവുകയുമില്ല. അതിനകത്തും കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. കുട്ടിയെ കണ്ട കണ്ണ് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, അതുകൊണ്ട് കുറ്റം പറയും, ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ വലിയ അന്ധവിശ്വാസവും സ്വാർത്ഥതയും എല്ലാം നമ്മളെ പിടിമുറുക്കിയിട്ടുണ്ട്.
അപ്പോൾ ആ കുട്ടിയെ കാണാൻ പോവില്ല, ആ ജനിച്ച സ്ഥലത്ത് നമ്മൾ പോവില്ല. മരണാനന്തര ചടങ്ങുകളിൽ ആൾക്കൂട്ടമാണ്. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ആരും കാണാൻ പോയിട്ടുണ്ടാവില്ല. വളരെ ഗംഭീര സദ്യയായിരിക്കും അവിടെ നടക്കുക, അടിയന്തരം അല്ലെങ്കിൽ 40 ആഘോഷം, മരണാനന്തര കർമ്മങ്ങൾ. മരണങ്ങൾ ആഘോഷമാക്കുകയാണ്. ശവം കാണാൻ പോലും പറ്റില്ല, അത്രയും തിക്കും തിരക്കുമാണ്. അന്ന് വരെ അയാളെ കണ്ടിട്ടില്ല, ജീവിച്ചിരുന്നപ്പോൾ ഇന്ന് വരെ കാണാത്തവരും അന്ന് പോയി കാണും. ആ മരിച്ചു കിടക്കുന്ന വ്യക്തി കൺ തുറന്നെങ്ങാനും നോക്കിയാൽ ഇത്രയും ബന്ധുമിത്രാദികൾ എനിക്കുണ്ടായിരുന്നു എന്നോർത്ത് അയാൾ ഞെട്ടിപ്പോകും. കാരണം അന്ന് വരെ കാണാത്തവർ അവിടെ വരും. ആ മരണച്ചടങ്ങ് ഗംഭീരമാക്കുകയാണ്. ജനനത്തിനും ജനനാനന്തരമുള്ള ഒരു കാര്യത്തിനും പങ്കെടുക്കാത്തവർ എവിടെ പോകും? മരണാനന്തര കർമ്മങ്ങൾക്ക് പോകും. അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഭക്ഷണവും കഴിക്കും. ഒരു നേരത്തിന് വകയില്ലാതെ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുക. എല്ലായിടത്തും കാര്യമല്ല എന്ന് പറയുന്നത്, പക്ഷേ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെ രീതി. ഒരു ശവസംസ്കാര രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് കുഴപ്പം, എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ജനനത്തിന് പ്രാധാന്യമില്ലാതെ മരണത്തിന് പ്രാധാന്യമുള്ള ഒരു ലോകക്രമമാണ് ഇന്ന് നിലവിലുള്ളത്. അങ്ങനെ ഒരാൾ അവിടെ ജനിച്ചിട്ടുണ്ടോ ജീവിച്ചിരുന്നിട്ടുണ്ടോ ഒന്നും പ്രശ്നമല്ല. മരണാനന്തരം വളരെ ഗംഭീരമാക്കണം, അതിന് പോകണം. മരണാനന്തര കർമ്മത്തിന് നമ്മൾ പങ്കെടുക്കണം. ഒപ്പം നമ്മൾ എന്തിനു പങ്കെടുക്കണം? ജനനാനന്തര കർമ്മങ്ങൾക്കും നമ്മൾ പങ്കെടുക്കണം. മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾക്കും നമ്മൾ പങ്കെടുക്കണം. മരണവീട്ടിൽ പോകണ്ടായെന്നല്ല, മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾക്കും തുല്യ പ്രാധാന്യം കൽപ്പിക്കണം. ജനനത്തിനുള്ള പ്രാധാന്യം മരണത്തിന് കൽപ്പിച്ചാൽ മതി എന്ന് അർത്ഥം. മരണത്തിനുള്ള അതേ പ്രാധാന്യം തന്നെ എവിടെയുണ്ട്? ജനനത്തിനുണ്ട്. ജനന പ്രാധാന്യം കുറഞ്ഞു, മരണ പ്രാധാന്യം കൂടി. അപ്പോൾ എന്തു കൂടും? നമ്മളുടെ എല്ലാം ജീവിത ദുഃഖം കൂടും. നമ്മളുടെ മൈൻഡ് എന്താവും? വളരെ ദുർബലമാകും. നമുക്ക് നമ്മളുടെ മനസ്സിന് എന്ത് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്? ദുഃഖത്തിനൊപ്പം തന്നെയെങ്കിലും സുഖത്തെ കൊടുക്കുവാനുള്ള ബാധ്യതയുമുണ്ട്. അല്ലെങ്കിലോ നമ്മളുടെ ജീവിതം തന്നെ മാറി മറിയും. ദുഃഖത്തിലേക്കും രോഗത്തിലേക്കും നമ്മൾ അറിയാതെ വഴുതി വീഴും. എങ്ങനെയാണ് ഇതിൽ നിന്നുള്ളൊരു മോചനം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ ദുഃഖത്തെ മറികടന്നുകൊണ്ട് സുഖത്തെയും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അനുഭവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അഷ്ടബുദ്ധി ഗുണങ്ങളാലാണ് അത് സാധ്യമാകുക. അഷ്ടബുദ്ധി ഗുണം എന്താണെന്ന് അറിയുമ്പോൾ നമുക്കിത് സാധ്യമാകും. ആ ബുദ്ധിയുടെ തലത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുവരേണ്ടതുണ്ട്. ആ അഷ്ടബുദ്ധി ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. അഷ്ടാംഗയോഗം പഠിക്കണമെങ്കിലോ അഷ്ടബുദ്ധി ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ അറിയണം. അപ്പോൾ മാത്രമാണ് നമുക്ക് അറിവിൻ്റെ തലത്തിലുള്ള ഒരു ജീവിതം സാധ്യമാകുകയുള്ളൂ. മറ്റുള്ളവരെ കൂടി നമുക്ക് ആനന്ദിപ്പിക്കുവാൻ അപ്പോൾ മാത്രമാണ് കഴിയുകയുള്ളൂ. ഇല്ലെങ്കിലോ എല്ലാവരെയും ദുഃഖിപ്പിക്കാൻ മാത്രമാണ്, ദുഃഖത്തെ സപ്ലൈ ചെയ്യുന്നവരായിട്ട് മാത്രമേ നമുക്ക് മാറാൻ പറ്റുകയുള്ളൂ. സുഖത്തെ നൽകുന്നവരായിട്ട്, എല്ലാവർക്കും നല്ല ദ്രവ്യവിശേഷങ്ങളെയും നല്ല ദ്രവ്യത്തെയും ഏകുവാൻ കഴിവുള്ളവരായിട്ട് നമുക്ക് മാറണമെങ്കിലോ നമ്മൾ അഷ്ടാംഗയോഗം പോലെ തന്നെ അഷ്ടബുദ്ധി ഗുണങ്ങളെയും കുറിച്ച് അറിയണം. അപ്പം നമുക്ക് അഷ്ടബുദ്ധി ഗുണങ്ങളെക്കുറിച്ചും അഷ്ടാംഗയോഗത്തിലെ ടെക്നിക്കുകളെക്കുറിച്ചും നമുക്കൊന്ന് പഠിക്കാം. നമസ്തേ. അപ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.